ബഹുമാന്യ വേദിക്ക് സദസ്സിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ബന്ധുക്കൾക്ക് മിത്രങ്ങൾക്ക് ഇവിടെ ക്ഷണിക്കപ്പെട്ട് എത്തിയിട്ടുള്ള വിവിധ സമൂഹത്തിന്റെ വിവിധ ശ്രേണികളിൽ നിന്നുള്ള അതിഥികൾക്ക് പത്ര ദൃശ്യ മാധ്യമ പ്രവർത്തകർക്ക് എല്ലാവർക്കും നൽകുന്ന നമസ്കാരം. ഞാനൊരു നല്ല കനമുള്ള പ്രസംഗം തയ്യാറാക്കിയാണ് വന്നത്. കാരണം അങ്ങനെയാണ് ചിട്ടയായിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതുകൊണ്ട് പ്രധാനമന്ത്രി തന്നെ ക്ലാസ് എടുത്ത് വിടുന്നതാണ് എല്ലാവർക്കും. ഒരു കാര്യവും വിട്ടുപോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാനത് ആ ഒരു ഡിസ്കഷനിലേക്ക് ഞാൻ പോകണ്ടെന്നാണ് തൽക്കാലം തീരുമാനിച്ചത്. കാരണം നരേന്ദ്രമോദി 12 വർഷം ഭാരതത്തിൽ അതിന് മുമ്പുള്ള ഭാരതത്തെ തയ്യാറാക്കിയെടുക്കുന്നതിന് ഗുജറാത്തിലൂടെ അദ്ദേഹം 12 ചില്ലുവാൻ ദിവസങ്ങൾ പ്രവർത്തിച്ച ഒരു മുഖ്യമന്ത്രി എന്ന നിലയ്ക്കുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ മികവ് കൂടി ഇതിലേക്ക് ഒരു വഴിയായി, ഒരു കൈവഴിയായി വന്നു ചേർന്നു. അങ്ങനെ 12 വർഷം നരേന്ദ്രമോദി ഭരണത്തിന്റെ മികവ്, എക്സലൻസ് ഓഫ് മോദി ഗവർണൻസ് ഇൻ ഇന്ത്യ. ഏതാണ്ട് പദ്ധതികളും ഉപപദ്ധതികളും സ്കീംസ് ആൻഡ് സബ് സ്കീംസ് ഏതാണ്ട് 350 മേൽ പദ്ധതി രേഖകൾ വിഭാവനം ചെയ്ത് 2014 മുതൽ അതിന്റെ ഡിസൈനും കാര്യങ്ങളുമായിട്ട് ഈ പദ്ധതികളുടെ ഇംപ്ലിമെന്റേഷൻ ഏതാണ്ട് 2015 മുതൽ ഇപ്പോ 3ാം മോദി സർക്കാർ 2 വർഷത്തിലെത്തി. 2 വർഷം തികഞ്ഞു നിൽക്കുന്ന 3ാം മോദി സർക്കാർ അടക്കം എന്റെ ഭാഗം കൂടിയാണ് ഞാൻ. അതിൽ ഞാൻ അഭിമാനിക്കുന്നത് എന്തുകൊണ്ട് എന്ന് എന്റെ കേരളം അറിയണമെന്ന് പറയുന്ന ഒരു അധിക നിർബന്ധം ഉള്ളതുകൊണ്ടാണ് പ്രധാനമന്ത്രി നിർദ്ദേശിച്ച അല്ലെങ്കിൽ ഇൻസ്ട്രക്ട് ചെയ്ത ഒരു ജില്ല എന്നുള്ളത് വിട്ട് ഞാൻ കുറച്ചധികമായിട്ട് 3 ജില്ല കൂടി ചെയ്തെടുത്തത്. അതില് 3ാമത്തെ ജില്ലയാണ് എറണാകുളം. ഒരു ജില്ലയിൽ കൂടി തിരുവനന്തപുരത്ത് ചെയ്യുന്നതോടെ കേരളത്തിൽ ഒരു മന്ത്രിയും എം പിയും തെരഞ്ഞെടുക്കപ്പെട്ട എം പിയും എന്ന നിലയ്ക്ക് ഞാൻ ചെയ്യേണ്ട ദൗത്യം ഒരു ജില്ല എന്നത് മാറ്റിക്കുറിച്ചുകൊണ്ട് 5 ജില്ലകളാണ് കേരളത്തിൽ എന്റെ നിർവഹണം ഉണ്ടാകുന്നത്. ഇതിന്റെ തത്വം ഞാൻ പിന്നീട് പറയാം. പക്ഷെ ഇത് എങ്ങോട്ടാണ് ഇനി ഇന്നിപ്പോ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഒരു പബ്ലിക് കൺവെൻഷനിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യുന്ന ഈ പദ്ധതി എന്ന് പറയുന്നത് കഴിഞ്ഞ മാസം അവസാനം 28-നോ 29-നോ ഡൽഹിയിൽ വിളിച്ചു കൂട്ടിയ യൂണിയൻ കൗൺസിൽ യോഗത്തിൽ പ്രധാനമന്ത്രി ഒരു വലിയ വ്യാകുലതയോ വേദനയോ പങ്കുവച്ചു. എത്രയോ നല്ല കാര്യങ്ങൾ ഭാരതത്തിന് വേണ്ടി ചെയ്യുന്നു. നമുക്ക് ഓരോ ഇലക്ഷനിലും ഒരുപാട് ദൂരം യാത്ര ചെയ്ത് ജനജീവിതങ്ങളുടെ എല്ലാം ഒരുപക്ഷെ അവരുടെ സമാധാനം കെടുത്തുന്ന തരത്തിൽ ഉച്ചഭാഷണിയിലൂടെ ഈ ചെയ്തതെല്ലാം വിളിച്ചോടി പറഞ്ഞ് നടക്കേണ്ടി വരുന്നു അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്ന് പറയുന്നത് നമ്മളെ തന്നെ ഒരു ചോദ്യചിഹ്നമായി നമ്മുടെ മുന്നിൽ ചോദിച്ചു നിൽക്കും. എന്തുകൊണ്ട് കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾ ഇതിനൊരു വലിയ പ്രചരണം ഉണ്ടാവുന്നത്? ഭാരതത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ 4 വരികൾ, ആപ്തവാക്യത്തിലെ 4 വരികൾ, സബ്കാ സാത്ത്, സബ്കാ പ്രയാസ്, സബ്കാ വിശ്വാസ് ആൻഡ് സബ്കാ വികാസ്. 2047 അദ്ദേഹം സ്വപ്നം കാണുന്ന വികസിത് ഭാരത് 2047. അതിലെ 4 വേർട്ടിക്കൽസ്: നാരി ശക്തി, യുവാശക്തി, ഗരീബ് കല്യാൺ, അന്നദാനം. ഇതെല്ലാം വെറും വാചക വരികൾ അല്ല, അതിലെല്ലാം വികാരങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ബഡ്ജറ്റിൽ ഒരുപക്ഷെ
പ്രധാനമന്ത്രിയുടെ കണ്ടെത്തലിന്റെ ഭാഗമായിട്ട് നമ്മുടെ ധനമന്ത്രി പ്രസന്റ് ചെയ്തപ്പോൾ പറഞ്ഞു ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്. നമ്മുടെ ഭാരതത്തിന്റെ മതിപ്പ് മൂല്യം നമുക്ക് ഡോളറിലും ഇന്ത്യൻ റുപ്പയിലും ഒക്കെ നമുക്ക് പറയാമെങ്കിൽ നമ്മുടെ ശരിക്കുള്ള ഇക്കോണമിയുടേത് മാത്രമല്ല ഭാരതത്തിന്റെ കരുത്ത് അതിന്റെ യുവത. 70% യുവതയുള്ള വളരെ അപൂർവം രാജ്യങ്ങൾ, അതും 140-140ഓളം കോടി ഒരു ജനസംഖ്യയിൽ നിന്ന് 70% യുവതയുണ്ടെന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന്റെ യശസ് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന 2070 വരെയുള്ള ഭാരതത്തിനുള്ള ദൈവം സമ്മാനിച്ച യുവത എന്ന് പറയുന്ന മിനിമം ഗ്യാരണ്ടി. അതാണ് നമ്മുടെ മസിൽ പവർ. പൈസയും കാര്യങ്ങളും ഒക്കെ 5 ട്രില്യൺ എക്കോണമി എന്നൊക്കെ പറയുന്നത് നമ്മുടെ ടാർഗറ്റാണ്. ടാർഗറ്റുകൾ ശ്രീ നരേന്ദ്രമോദി സെറ്റ് ചെയ്തത് ഇപ്പോൾ ഒരൊറ്റ ഉദാഹരണം പറയുകയാണെങ്കിൽ എന്റെ തന്നെ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് എഥനോൾ ബ്ലെൻഡിംഗ് എന്ന് പറയുന്നത് 20% പറഞ്ഞ് ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്തത് 2026 സെപ്റ്റംബറാണ് ടാർഗറ്റായി സെറ്റ് ചെയ്യുന്നത്. ഞങ്ങളത് കഴിഞ്ഞ വർഷം അവസാനം തന്നെ കൈവരിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ 5 ട്രില്യൺ എക്കോണമി ഒരുപക്ഷെ ഈ വെസ്റ്റ് ഏഷ്യൻ ക്രൈസിസ് ഉണ്ടായിരുന്നില്ലെങ്കിൽ അതുപോലെ തന്നെ നേരത്തെ സംഭവിച്ചിരുന്നില്ല. പക്ഷേ ടാർഗറ്റ് ടൈമിൽ തന്നെ നമ്മൾ മീറ്റ് ചെയ്യുന്നുള്ള സൂചനകളാണ് ഇപ്പോഴുള്ള നമ്മുടെ വളർച്ചാ നിരക്കൊക്കെ. GDP ആയാലും എല്ലാറ്റിനും ഉതകുന്ന തരത്തിൽ റിഫോംസ് അദ്ദേഹം 2014 മുതൽ ചിന്തിച്ച് 2016 ശക്തമായ മുന്നേറ്റം നടത്തിയതാണ് റീമോണിറ്റൈസേഷൻ. 2016 നവംബർ 8 അത് കഴിഞ്ഞ് ഒരു ശനി ഞായറും കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ അദ്ദേഹം ഒരുപക്ഷെ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ സമ്പദ്ഘടനയ്ക്ക് ഏറ്റവും വലിയ ഒരു അറ്റാക്ക് നടത്തുന്നതിന് ഒരു പൈശാചിക ശ്രമം കൊച്ചിയിലൂടെ നടന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ കണ്ടെയ്നേഴ്സിന്റെ കാര്യമാണ് പറയുന്നത്, അതടക്കമുള്ള സാമ്പത്തിക പുനഃക്രമീകരണം, വക്രീകരിച്ച പുനഃക്രമീകരണത്തിന് തടയിനാനും അതിന് അവസാനം കുറിക്കാനുമാണ് ഇങ്ങനൊരു പദ്ധതി കൊണ്ടുവരുന്നത്. അതിന്റെ പൂർണ്ണമായ പ്രാപ്തി നേടുന്നതിന് വേണ്ടി അദ്ദേഹം പിന്നെ സീറോ ബാലൻസ് അക്കൗണ്ട് കൊണ്ടുവന്നു, ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന സംവിധാനം കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കർഷകർക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് ഇത് അയച്ചു കൊടുക്കണമെങ്കിൽ അക്കൗണ്ട് വേണമായിരുന്നു. സത്യത്തിൽ അതൊരു ഗൂഢാലോചന തന്നെയായിരുന്നു. സീറോ ബാലൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത്, ദരിദ്രൻ എന്ന് പറയുന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. സമൂഹത്തിലെ ഏറ്റവും അവസാനത്തെ പൗരൻ തുടങ്ങി ഏറ്റവും ഉന്നതനായ പൗരന് വരെ ഒരു മിനിമം ബാലൻസ് ഇല്ലാത്തതിന്റെ പേരിൽ പെനൽറ്റി അടച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഉണ്ടായ ഏറ്റവും വലിയ റെവല്യൂഷനാണ്, ബാങ്കിങ് റെവല്യൂഷനാണ്, ജനങ്ങളുടെ റെവല്യൂഷനാണ് ഈ പറയുന്ന സീറോ ബാലൻസ് അക്കൗണ്ട്. അങ്ങനെ ഓരോ സ്കീമുകളും എടുത്തോളൂ. സ്കീമുകളൊക്കെ വളരെ ലഘുവായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, പക്ഷെ അത്ര ലഘുവായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. രാജ്യത്തോട് സ്നേഹം പുലർത്തിക്കൊണ്ട് ഓരോ സ്കീമും നമ്മൾ വിലയിരുത്തി അതൊരു പക്ഷെ വിഭാവനം ചെയ്ത വ്യക്തിയുടെ ദീർഘദൃഷ്ടി അത് വെളിവാക്കുന്ന തരത്തിൽ പറഞ്ഞ് ടാർഗറ്റ് ടൈം സെറ്റ് ചെയ്ത് കൊണ്ടുവന്ന ഒരു സ്കീം അതിന് മുമ്പ് ആ ടാർഗറ്റിൽ ഹിറ്റ് ചെയ്യുമ്പോൾ അവിടെയാണ് ജനങ്ങൾ മനസ്സിലാക്കുന്നത്. അത് കേരളത്തിലെ ജനങ്ങൾ എത്രമാത്രം മനസ്സിലാക്കും. ഇതിനെ സംബന്ധിച്ചുണ്ടായിരുന്ന വ്യാകുലതയും വിഷമവുമാണ് ഞാൻ ഈ പ്രസംഗം പാടെ മാറ്റിവെച്ചത്. ഇതിനകത്ത് മുഴുവൻ ഈ പറയുന്ന പ്രധാനമന്ത്രി സ്വാനിധി അല്ലെ, കൃഷി സമ്പദ് യോജന, അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും, ജൽ നിധി മിഷൻ, ഇതിനൊക്കെ ജൽ ജീവൻ മിഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ഇതിനകത്ത് പ്രതിപാദിക്കുന്നത്. ഞാൻ 350 മേലെ സ്കീമുകൾ എന്ന് പറയുമ്പോൾ ഇതെല്ലാം അതിനകത്ത് ഉൾപ്പെട്ടു. ആവാസ് യോജന ഉൾപ്പെട്ടു, ആയുഷ്മാൻ ഭാരത് ഉൾപ്പെട്ടു. അങ്ങനെ ഏത് സ്കീം വേണമെങ്കിലും എടുത്തു നോക്കിക്കൂടെ, PM ശ്രീ അടക്കം. എന്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക്, കേരളത്തിലെ യുവതയ്ക്ക്
അങ്ങനെ ഒരു നാഷണൽ ഡിസൈൻ ഉണ്ടെങ്കിൽ ഒരു കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയുന്ന ഒരു നിഷ്കർഷതയ്ക്കെതിരായിട്ട് കേരളത്തില് എന്റെ സഹോദരങ്ങൾക്ക് അതിലേക്ക് ഒരു ബെനഫിഷ്യറീസ് ആവാൻ സാധിക്കുന്നില്ല. രാഷ്ട്രീയം ഒരിക്കലും, രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം ഒരിക്കലും അത് തടസ്സമാകുന്നത് തന്നെയാണ് എന്റെ പക്ഷം. പക്ഷെ നമുക്കിത് അടിച്ചേൽപ്പിക്കാനും പറ്റും, പക്ഷെ ജനങ്ങളെ നിഷേധിക്കാനും പറ്റില്ല. കേരളം ഭാരതത്തിന്റെ ഭാഗമാണ്, ഹൃദയമാണ്, മൂളയാണ്, എങ്ങനെ വേണമെങ്കിലും നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. എല്ലാവർക്കും തുല്യമായി ലഭിക്കണം എന്ന് പറയുന്ന ഒരു കേന്ദ്ര ഭരണമുണ്ടെങ്കിൽ അത് കേരളത്തിൽ എത്തുന്നില്ല എന്ന് മാത്രമല്ല, ആയുഷ്മാൻ ഭാരതൊക്കെ അതിന്റെ ഏറ്റവും വലിയ ഒരു ഡിസാസ്റ്റർ അത്. പക്ഷെ പണക്കാർക്കൊന്നും അതിന്റെ ആവശ്യം ഒന്നും വരില്ല. 70 വയസ്സ് കടന്നിരിക്കുന്ന അച്ഛനും അമ്മയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഒരുപക്ഷെ 18,000 രൂപയോ അല്ലെങ്കിൽ 20,000 രൂപയോ മാസശമ്പളത്തിന് പണിയെടുക്കുന്ന ഒരു മകനോ മകളോ അവർക്കൊരു അസുഖം വന്നാൽ ഇരിക്കുന്ന കിടക്കാനും ചിലപ്പോൾ വിൽക്കേണ്ടി വരും, പണയം വയ്ക്കേണ്ടി വരും. പിന്നെ അവരുടെ ജീവിതം തരുന്നില്ല. ഈ കിട്ടിയ തുച്ഛമായ പണം കൊണ്ട് ലഭിക്കേണ്ട ചികിത്സ ലഭിക്കാതെ ഒരുപക്ഷെ ജീവൻ നിലനിർത്താനായിരുന്നവരില്ല, കയ്യിലിരിക്കുന്ന കിടക്കാനും നഷ്ടപ്പെടും, പെരുവഴിയിലാകും എന്ന് പറയുന്ന സ്ഥിതി എത്രയോ കൂടുതൽ 100 പേരെയെങ്കിലും എനിക്കാണ് കുറഞ്ഞത്. ഇപ്പൊ എവിടെയെല്ലാം കൂട്ടായി സർക്കാർ വികസനം എന്ന് പറയുന്നത് വെറും കെട്ടിടം പണിയാൻ ഉപയോഗിക്കുന്ന കമ്പിയിലും സിമെന്റിലും അതിന്റെ പാറകഷ്ണങ്ങളിലും ഒന്നുമല്ല. വികസനം എന്ന് പറയുന്നത് എല്ലാവരുടെയും ജീവിതത്തിലും സൗഖ്യമുണ്ടാവില്ല, അതിനുവേണ്ടിയുള്ള സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മറ്റൊരു ഒരിക്കലും നമുക്ക് തകർക്കാൻ പറ്റാത്ത അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തനം. ടൂറിസത്തിലായാലും സസ്റ്റൈനബിൾ ടൂറിസത്തിലെ പുതിയ പദ്ധതികളെല്ലാം ആവിഷ്കരിക്കുന്നത് അദ്ദേഹം നേരിട്ടാണ്. ഞങ്ങൾക്കത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ചുമതലയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഒരു ദിവസത്തെ താമസം ഉണ്ടായാൽ അത് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ 28 സംസ്ഥാനങ്ങളും 8 യൂണിയൻ ടെറിട്ടറികളിലും ടൂറിസം പ്രോജക്ട്സ് നൽകിയതിന്റെ പേരിൽ, അതിന്റെ ഫണ്ട് നൽകിയതിന്റെ പേരിൽ അവലോകന യോഗങ്ങൾ നിരന്തരം എന്റെ ക്യാബിനറ്റ് മിനിസ്റ്ററും ഞാനും ഓടി നടന്ന് ചെയ്തുകൊണ്ടിരിക്കും. പെട്രോളിയം മിനിസ്ട്രിയിലേക്ക് വരുമ്പോൾ പലപ്പോഴും നമ്മുടെ ഒരു സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവിനെ സംബന്ധിച്ചൊക്കെ എനിക്കറിയത്തില്ല, അല്പജ്ഞാനം അല്ലെങ്കിൽ ജ്ഞാനമേ ഇല്ലായിരുന്നു. അതുകൊണ്ടൊക്കെ പല ചോദ്യങ്ങൾ വരുന്നത് നേരിടേണ്ട ഒരു ദുരവസ്ഥയെ കുറിച്ച് ഓർക്കുമ്പോൾ ജനങ്ങളെ നിഷേധിക്കരുതല്ലോ എന്ന് വിചാരിച്ച് മാത്രം മറുപടി നൽകേണ്ടത്. സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അറിയുന്നതിനേക്കാൾ ഇതിനെക്കുറിച്ചൊന്നും അറിവില്ലാത്തവർക്ക് കൂടുതൽ അറിയാമെന്ന് പറയുന്ന ഒരു മനോഭാവവും അത് പക്ഷേ ഭരണത്തെ നശിപ്പിക്കുന്ന തരത്തിൽ ഉള്ള ഒരു ശ്രമത്തിന് മാത്രമാണ് വേണ്ടത്. ഇപ്പോ ശ്രീ നരേന്ദ്രമോദിയുടെ പുതിയ ദീർഘവീക്ഷണമുള്ള പ്ലാന് അത് തുടങ്ങിയിട്ട് ഏകദേശം 1.5 വർഷം. ഈ എംപ്റ്റി കാവിറ്റീസ്, കാവേൺസ് എല്ലാം നമ്മൾ റീവ്യൂ ചെയ്തെടുത്ത് അതിലേക്ക് ക്രൂഡ് കൊണ്ടുവന്ന് സ്ക്രാപ്പ് ചെയ്യുന്ന സംവിധാനം ഭാരതത്തിൽ തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ മാസം അദ്ദേഹം നടത്തിയ 5 നേഷൻ വിസിറ്റിൽ UAE-യുമായിട്ടുണ്ടാക്കിയിരിക്കുന്ന പാക്ട് നമുക്ക് എക്സ്ട്രാ സ്ട്രാറ്റജിക് പെട്രോളിയം ക്രൂഡ് റിസർവ് എന്ന് പറയുന്നത് ഇത്തരം കാവേൺസിൽ സൂക്ഷിക്കാനുള്ള അതിനുള്ള സബ്സ്റ്റാൻഷ്യൽ മെറ്റീരിയൽ സപ്ലൈ ചെയ്യാൻ പോകുന്നത് യൂണിയാണ്. 5 വർഷത്തേക്കാണ് കോൺട്രാക്ട് എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുള്ളത് 2030 വരെ. ഇത് ഇപ്പൊ നമുക്കുണ്ടായ രജിസ്ട്രേഷൻ പ്രൈസസ് പോലെയുള്ള നമുക്കൊന്നും പറയാനുള്ളത്. എപ്പോഴാണ് ഇതൊക്കെ ആരുടെയൊക്കെ കയ്യിലെടുത്തുകൊണ്ട് പൊട്ടി പുറപ്പെടും ഇതൊന്നും നമുക്ക് പറയാനുള്ളത്. അങ്ങനെ വരുന്ന അവസരത്തിൽ പരമാവധി രാജ്യത്തെ പൗരന്മാരുടെ ആവശ്യങ്ങൾ അണുമറിയാതെ എത്തിച്ചു കൊടുക്കുക, അവരുടെ ജീവിത യാഥാർത്ഥ്യങ്ങളെ ഒന്നും മറന്നുകൊണ്ട് വീഴ്ചകൾ സംഭവിക്കാതിരിക്കാൻ
ഉള്ള എല്ലാ വഴികളും തേടുക എന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ 5 നേഷൻ വിസിറ്റ് നടത്തിയിട്ട് ഇതുവരെയുള്ള എല്ലാ അന്യ രാജ്യ സന്ദർശനങ്ങളും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അപ്പോ ഇത്രയും ചെയ്തിട്ടും നമുക്ക് കേരളത്തിലെ ജനങ്ങളിലേക്ക് ഇത് എത്തുന്നില്ല എന്നതിന്റെ പശ്ചാത്തലത്തിലാണ് യൂണിയൻ കൗൺസിൽ യോഗത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടത് എല്ലാ മന്ത്രിമാരും BJP-യുടെയും അവരുടെ കൂടെ സഞ്ചരിക്കുന്ന അലയൻസ് പാർട്ട്നേഴ്സിന്റെ MP-മാരും MLA-മാരും എല്ലാം ഓരോ ജില്ലയിലും പോയി, ഓരോ പഞ്ചായത്തിലും പോയി ഇത് ഒന്ന് തുടങ്ങി വയ്ക്കാം. ഒരു മന്ത്രിക്ക് ഒരു ജില്ല എന്ന കണക്കിൽ ഇത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ പറഞ്ഞ 19-ാം തീയതി തിരുവനന്തപുരം കൂടി ചെയ്യുന്നതോടുകൂടി 5 ജില്ലയാണ്. അപ്പൊ ഇത് കഴിഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ, അത് ബൂത്ത് തലത്തില് പ്രസിഡന്റ്, സെക്രട്ടറി, പ്രവർത്തകർ, അതുപോലെ ശക്തി കേന്ദ്ര നേതാക്കൾ, ഇവരെല്ലാം വീടാന്തരം കയറി ജാതിക്കും മതത്തിനും വർണ്ണത്തിനും എല്ലാം രാഷ്ട്രീയ വിശ്വാസങ്ങൾക്കെല്ലാം അതീതമായി അവസാനത്തെ പൗരനെയും സന്ദർശിച്ച് ഈ 12 വർഷക്കാലത്തിൽ ഭാരതത്തിന് വേണ്ടി എന്ത് ചെയ്തു. നാഷണൽ ഹൈവേയൊക്കെ ഞാൻ വിട്ടുപോയതല്ല, പക്ഷെ അതൊക്കെ എല്ലാവർക്കും അനുഭവത്തിൽ നമുക്ക് വന്ന് ചേർന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്, ഒരു അനുഭവമാണ് നാഷണൽ ഹൈവേ എന്ന് പറയുന്നത്. അതിനെ സംബന്ധിച്ചൊക്കെ പറഞ്ഞു വരികയാണെങ്കിൽ നമുക്ക് ഒരുപാട് എക്കണോമിക്സ് പറയേണ്ടി വരും. പല ദൂരങ്ങളും 9 മണിക്കൂർ കൊണ്ട് തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തിയിരുന്ന എനിക്ക് ഈ റോഡ് പണി തീരുന്നതോടുകൂടി 4-4.5 മണിക്കൂർ കൊണ്ട് ഓടിയെത്താൻ പറ്റും. അനാവശ്യമായിട്ട് 4.5 മണിക്കൂർ കത്തിക്കുന്ന പെട്രോളിന്റെ പണം എന്ന് പറയുന്നത് നിങ്ങളുടെ പോക്കറ്റിലേക്ക്. ഇതാണ് മോദി നോംസ്. ഇതുമൊക്കെ എതിർക്കാൻ വരുന്നവരുണ്ടാവും. അതൊന്നും നമ്മൾ എന്താണ് ചെറിയ ന്യൂനപക്ഷം പോലുമല്ല, ഒരു വളരെ ചെറിയ ന്യൂനപക്ഷമാണ് അതിനെ എതിർക്കാൻ വരുന്നത്. പക്ഷെ അവർക്ക് തെളിയിക്കാൻ സാധിക്കണം. അതാണ് ഇവിടെ ഗോപാലകൃഷ്ണൻ പറഞ്ഞത്. ചെന്നിരുന്ന എല്ലാ കാര്യങ്ങളും ഓരോ വീട്ടിലെയും കുടുംബങ്ങളും ഇത് ഫോക്കസ് ആക്കാം. കാരണം പ്രധാനമന്ത്രി പഠിപ്പിച്ചു വിട്ടതാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇവിടെ വന്നതൊരു സദസ്സിൽ പോയി പറയണമെന്ന് പറഞ്ഞാൽ സാധ്യമല്ല. ആ സ്കീമിനൊരു ഒരു ഹിറ്റിംഗ് പോയിന്റ്, അത് ബേസിക് ആയിട്ട് നമ്മൾ ഫാമിലിയാണ് ഒരു സ്ട്രക്ചറായിട്ട്. ആ കുടുംബത്തിലിരുന്ന് ഇത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഇതിന്റെ ഡോക്യുമെന്റ് പ്രസന്റ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഇവിടെ പ്രദർശിപ്പിക്കും. അതിനുശേഷം ഇന്ന് വന്നിട്ടുള്ള എനിക്ക് തോന്നുന്ന ഒരു 300 പേജുള്ള 2 ബുക്ക്ലെറ്റുകളാണ് വന്നിട്ടുള്ളത്. അതിനകത്ത് അത് 300 പേജ് അടങ്ങിയ PDF ഫയലിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷനാണ് ഈ രേഖയിലുള്ളത്. ഇത് കൊടുത്തിട്ട് അവരോടൊക്കെ, അത് പ്രധാനമന്ത്രി എന്ന് പറയുന്നതല്ല, ഞാൻ അവരോട് അപേക്ഷിച്ചത് ഇത് എതിർ രാഷ്ട്രീയത്തിൽപ്പെടുന്നവർ, എതിർ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവർ ഒരുപക്ഷെ ഈ തരുന്ന ഡോക്യുമെന്റ് ഫേക്ക് ആണ് എന്ന് പറഞ്ഞ് അവരെ നിരാകരിക്കണം, അവരെ നിങ്ങൾ കേൾക്കുക. പക്ഷെ അവരങ്ങനെ പറഞ്ഞ് നിങ്ങൾ കേട്ട് ഇത് അവസാനിക്കരുത്. ഇത് ഫേക്കാണ്, ഈ ഡോക്യുമെന്റ് ഫേക്കാണ്, നിങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് അവർ പറഞ്ഞാൽ അവരോട് അത് തെളിയിക്കാൻ, അവർക്കത് തെളിയിക്കാൻ സാധിച്ചില്ലെങ്കിൽ അവരെ പിന്നെ ആ പഠിക്കകത്ത് കിടക്കാൻ അനുവദിക്കരുത് എന്ന് കൂടി പറഞ്ഞ് ചേർത്തു. ഇത് ഒരു ദേശത്തിന്റെ സുരക്ഷയ്ക്ക് ആവശ്യമാണ്. കള്ള ദുഷ്പ്രചരണങ്ങളിലൂടെ ഒരുപക്ഷെ മികവുള്ള ഒരു സർക്കാരിൽ നിന്നുള്ള ലഭ്യതകൾ അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കേണ്ട അവസരത്തിൽ ആ സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുന്ന തരത്തിലുള്ള കുപ്രചരണങ്ങൾ എന്ന് പറയുന്നത് നിയമപരമായി നമുക്ക് ചോദ്യം ചെയ്യാൻ സാധ്യമല്ലെങ്കിലും പൗരന് അതിനുള്ള അവകാശമുണ്ട്. പൗരന്റെ മുഷ്ടി അവിടെ ഉയരണം എന്ന് പറയുന്ന ഒരു അഭ്യർത്ഥനയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ യാത്രയിലൂടെ ചെയ്തിട്ടുള്ളത്. ഇതിപ്പോ അതിന്റെ അടുത്ത ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. എറണാകുളത്താണ് ആദ്യത്തെ ഒഫീഷ്യലായിട്ടുള്ള ഇനോഗ്രേഷൻ നടന്നിട്ടുള്ളത്. ഈ പദ്ധതി പ്രകാരം കേരളത്തിലെ നല്ല ഇന്ത്യയിലെ അവസാനത്തെ പൗരന്റെയും വീട്ടിലെത്തി എല്ലാവരെയും ബോധ്യപ്പെടുത്തുക, ഉത്ബോധിപ്പിക്കുക. ഇത് എത്രയും ചെയ്തു കഴിഞ്ഞാൽ
പിന്നെ ജനങ്ങളുടെ ഒരു നിശ്ചയം എന്ന് പറയുന്നത് ഇരമ്പി കയറി വരും. നരേന്ദ്രമോദി ഭരണം, അതിന്റെ മികവ്, ഭാരതത്തിന് ഒരു അതിന്റെ നൈരന്തര്യം എന്ന് പറയുന്നത് വലിയ അനുഗ്രഹമായി ഭാരതീയ ജനത സമ്മാനിക്കും എന്ന് പറയുന്ന വിശ്വാസത്തോടെ ശക്തമായ മുന്നേറ്റം നടത്തുന്നതിന്റെ തുടക്കം ഇവിടെ കുറിച്ചതായി അറിയിക്കുന്നു. പ്രിയ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആഹ്വാനം കൂടി ചെയ്യുകയാണ്. ഇതിൽ ഞങ്ങളോടൊപ്പം സഞ്ചരിക്കാത്ത എന്നാൽ ഞങ്ങളിൽ വിശ്വാസമുണ്ട് ശ്രീ നരേന്ദ്രമോദിയിൽ ആത്മവിശ്വാസം ശക്തമായി കെട്ടിപ്പടുത്തുയർത്തിരിക്കുന്ന ഒരു ജനത, അതിന്റെ ഒരു പരിച്ഛേദമാണ്. ഇത് സത്യമാണെന്ന് മനസ്സിലാക്കിയാൽ ഇതിന്റെ പ്രചാരകരായി കൂടി നിങ്ങൾ മാറണമെന്ന് പറയുന്ന അപേക്ഷയോടെ എന്റെ വലിയ വർത്തമാനം ഉദ്ഘാടന പ്രസംഗങ്ങളുടെ അവസാനിപ്പിക്കുകയാണ്. ഒപ്പം അഭിനന്ദിക്കുകയാണ് യശസ്വി പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ. ഭാരതത്തിലെ ഏറ്റവും കൂടുതൽ ദിവസങ്ങൾ 4399 എന്നത് ഒരാഴ്ചയ്ക്ക് മുമ്പുള്ള കണക്കാണ്. 5 ദിവസമാണ്. 5 ദിവസം കൂടി കൂടും. ഇനി എത്രയോ ദിവസങ്ങൾ, എത്രയോ വർഷങ്ങൾ നമുക്ക് കൂട്ടാനുള്ള അനുഗ്രഹം ഈശ്വരൻ കൽപ്പിച്ച് നൽകും എന്ന പ്രതീക്ഷയോടെ ഏറ്റവും കൂടുതൽ ദിവസം, അതിനകത്ത് തർക്ക വിഷയമായിട്ടൊക്കെ ഉന്നയിച്ചു വരുന്നതിന്റെയൊക്കെ വികാരം നമുക്ക് മനസ്സിലാവും. അതിന് ഉന്നയിച്ചോട്ടെ, അവർക്ക് ഒരു രക്ഷാമാർഗമൊക്കെ വേണ്ടേ. പക്ഷെ കണക്കുകൾ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല. കണക്കുകൾ വാല്യൂവിലല്ല, നമുക്ക് രേഖകളിൽ. അത് ചരിത്രം തന്നെയാണ്. അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് വേണ്ടി ഈ വേദിയിൽ നിന്നുകൊണ്ട് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും എന്റെ സ്നേഹം, നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.